ഹലോ ഗായ്സ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇത് പുതിയൊരാഴ്ചയാണ്. അപ്പം നമ്മൾ ഇന്ന് മൺഡേ രാവിലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമുക്ക് ഹാനോവർ പെൻസിൽവാനിയയിലോട്ടാണ് ട്രിപ്പ് കിട്ടിയത്. അപ്പോൾ നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് പറഞ്ഞായിരുന്നു. 11 മണിക്ക് വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ കമ്പനി വന്നപ്പോഴാണ് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഓഫീസിൽ ആരുമില്ല, ആരുടെയും വണ്ടിയില്ല. കമ്പനിയിൽ ഒരുവിധം ഒരു മൂകത, മൊത്തത്തിലൊരു വണ്ടികളൊക്കെ തീരെ കുറവായിട്ട് ഭയങ്കര ആരും തന്നെ ഇല്ല. ഡിസ്പാച്ചിലാണെങ്കിലും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെയാണ് മനസ്സിലായത് ഇന്ന് കാനഡയിലെ പബ്ലിക് ഹോളിഡേ ആണ്. എന്തായിരുന്നു ഇന്ന് അതിൻ്റെ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് സിവിക് ഹോളിഡേ ആണ് കാനഡയിൽ. അത് ഞാൻ അറിഞ്ഞില്ല. അത് ഇന്ന് ലോങ് വീക്കെൻഡാണ് വരുന്നത്. അപ്പം അവർ ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ തന്നെ ലീവായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ട്രെയിലർ ബുക്ക് ചെയ്തു. നമ്മളിങ്ങ് പോന്നു. നമ്മൾ 75 കയറി ഒരു 85 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് 280 കയറി. പിന്നെ അത് കഴിഞ്ഞ് 80 ഹൈവേ കയറി. പിന്നെ നമ്മൾ 76 ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളൊരു 3.5-4 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഡ്രൈവ് ചെയ്തു. ഇനി നമുക്കൊരു 4.5 മണിക്കൂർ, 4.5 അല്ല, ഇനിയിപ്പോൾ നമുക്കൊരു ഒരു 4 മണിക്കൂർ 22 മിനിറ്റാണുള്ളത്. അപ്പോൾ ഈ 76 ഹൈവേ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് തോന്നുന്ന ഒരു 3.25 മണിക്കൂർ വരെ. അത് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ നമ്മൾ എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ പോക്കറ്റ് റോഡിൽ കൂടെ പോയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ പണ്ട് എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഇതാണ്, ലൊക്കേഷനാണ്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചായി പോയിട്ട്, അതിനിപ്പോൾ അവിടെ ഇങ്ങോട്ടുള്ള ഓട്ടം കുറഞ്ഞാണോ എന്നറിയില്ല. ഞാനിപ്പോൾ കുറച്ചായി അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓവർനൈറ്റ് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കിടക്കാൻ പറ്റും. അത്യാവശ്യം നല്ല പാർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കിടക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ പോയി കിടക്കാം. ഇൻ കേസ് അവിടെ ഇല്ലെങ്കിലും നമുക്ക് അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് മുമ്പേ ആണെങ്കിലും ഒരു ലോക്കൽ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വേണമെങ്കിലും കിടക്കാൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഞാൻ അവിടെ പോയാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നൈറ്റ് ഷിഫ്റ്റിലെ പുള്ളിക്കാരൻ അത്യാവശ്യം ഞാനുമായിട്ട് കമ്പനിയാണ്. അപ്പം പുള്ളിക്കാരൻ ചിലപ്പം രാത്രി ചെന്ന് കഴിയുമ്പോൾ അൺലോഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി പറഞ്ഞിരിക്കുന്നത് നാളെ 11 മണിക്കാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ ഇന്ന് രാത്രി തന്നെ അൺലോഡ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഒഹായോ സ്റ്റേറ്റിലെ ഏറ്റവും അവസാനത്തെ സർവീസ് പ്ലാസയിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി, അരമണിക്കൂർ ബ്രേക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് വന്നു. ഹലോ ഗായ്സ്, അപ്പം നിങ്ങൾ ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടില്ലേ? അത് നമ്മൾ കിടക്കുന്ന സർവീസ് പ്ലാസയുടെ ആണ്. ഇതേപോലെ ഇതിൻ്റെ അപ്പുറത്ത് പറഞ്ഞുകൊണ്ട് ഇതെന്ന് പറയുമ്പം നമ്മുടെ ഒഹായോ പെൻസിൽവാനിയ ബോർഡറിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സർവീസ് പ്ലാസയാണ് വരുന്നത്. ഒഹായോയിലെ ഏറ്റവും ലാസ്റ്റത്തെ സർവീസ് പ്ലാസ. അപ്പം ഇവിടെ ആകുമ്പോൾ കുറേ പാർക്കിംഗ് കാര്യങ്ങളുണ്ട്. ഇനി പെൻസിൽവാനിയയിലോട്ട് കയറിയാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിങ്ങുകളെല്ലാം കുറയും. സർവീസ് പ്ലാസയുണ്ട്, പക്ഷേ പാർക്കിംഗ് വളരെ കുറവാണ്. 15 പാർക്കിങ്, 20 പാർക്കിങ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം ഞാൻ അരമണിക്കൂർ ഓഫ് എടുക്കുന്ന ഈ ഒഹായോ തന്നെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷൻ, ഞാൻ വണ്ടിയൊക്കെ ഇൻസ്പെക്ട് ചെയ്തു. അരമണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞു. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഗൈസ്, അപ്പോൾ നമ്മൾ ഓടി നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ്റെ ഒരു 20 മിനിറ്റ് ഇപ്പുറത്തുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടെന്ന്, ഒരു ലോക്കൽ. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ നിന്നൊന്ന് വാഷ്റൂമിലൊക്കെ പോയി ഇന്ന് ഓക്കെ ആയതിന് ശേഷം നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിൽ പോയി ഡെലിവറി ലൊക്കേഷനിൽ പോയി അവിടെ കിടക്കാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് വന്നപ്പോൾ തന്നെ ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ കിടക്കാം. ഞാൻ വിചാരിച്ചു ഡെലിവറി ലൊക്കേഷനിൽ പോയി കിടക്കാം, പറ്റുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഡെലിവറി ചെയ്യാം. അല്ലെങ്കിൽ നാളെ രാവിലെ ആണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് വേണം അവിടെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയമെല്ലാം നമ്മുടെ ഷിഫ്റ്റ് ടൈമിലാണ് പോവുക. അപ്പോൾ അതിൽ നല്ല അവിടെ പോയി കിടക്കുന്നത്. പിന്നെ ഒരു ബാത്റൂമിൻ്റെ ഒരു പ്രശ്നമാണ് വരുന്നത്. അവിടെ ഒരു പോർട്ടബിൾ ബാത്റൂം ഉണ്ടായിരുന്നു, അത് അവരെടുത്ത് മാറ്റിയായിരുന്നു. തിരിച്ചവിടെ കൊണ്ടുപോയി വെച്ചോളാം, അല്ലെങ്കിൽ പിന്നെ അകത്ത് പോയി യൂസ് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ട്രക്ക് സ്റ്റോപ്പ്, റെട്ടേഴ്സ് എന്ന് പറയും. ഇവരുടെ ഈ ഭാഗത്ത് തന്നെ ചെറിയ കുറച്ച് ട്രക്ക് സ്റ്റോപ്പുകളുണ്ട്. അപ്പം അവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അവിടെയാണ് ട്രക്കിൻ്റെ പമ്പ് വരുന്നത് അങ്ങറ്റത്ത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ കാറിൻ്റെയാണ് വരുന്നത്. അതല്ലാണ്ട് അങ്ങ് അപ്പുറത്ത് ദൂരെ കാണുന്ന ആ പമ്പാണ്. അവിടെ ഒരു 3 അയലാണ് വരുന്നത് അതിൻ്റെ ട്രക്കിൻ്റെ ഫ്യൂവലിൻ്റെ. അതിൻ്റെ അപ്പുറത്ത് ഒരു 5-8 പാർക്കിംഗ് ഉണ്ട്, അവിടെ ട്രക്ക് പാർക്ക് ചെയ്ത് കാണാം. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ മുമ്പിലൊക്കെ ആയിട്ട് ഒരു 5-6 ട്രക്ക് ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുമ്പേ വന്ന സമയത്ത് ആ നടുക്ക് തന്നെ ഒരു സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. നമ്മൾ അവിടെ കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ട് നമ്മൾ പോയിരുന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ. അത് ഹാനോവർ ടൗണിൻ്റെ അകത്തൂടെ പോകണം, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ല. ചേട്ടപ്പടയെന്നും പറഞ്ഞങ്ങ് പോയിട്ട് നമുക്ക് പെട്ടെന്ന് പോയി അവിടെ പാർക്ക് ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഹാനോവർ എന്ന് പറഞ്ഞ ചെറിയൊരു സിറ്റിയുടെ മെയിനായിട്ടുള്ള ടൗൺ വരുന്നത്. അപ്പം നമ്മൾ ആ ടൗണിൻ്റെ ഏകദേശം നടുക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു സിറ്റിയാണ്, വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം രാത്രി ആയതുകൊണ്ട്. പകലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് തിരക്കുള്ള സ്ഥലമാണ്. അപ്പം ഇതിപ്പം 2 ലൈനാണ് ഒരു സൈഡിലോട്ട് വരുന്നതെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഏകദേശം ലൈനൊക്കെ സിംഗിൾ ലൈനായിട്ട് മാറും. അപ്പം നമ്മുടെ വീതിയൊക്കെ കുറയും. കറക്റ്റായിട്ട് ഒരു ട്രക്കിന് പോകാനുള്ള സ്ഥലമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സിഗ്നലിൽ നിന്ന് ടേണൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നോക്കിയെടുക്കണം. അപ്പോൾ സൈഡുകളിൽ ചിലപ്പോൾ കാറുകൾ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഒരു നോട്ടം വേണം നമുക്ക്. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇപ്പോൾ ഈ സിറ്റിക്കകത്തൂടെ പോകാൻ വേണ്ടി. അല്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അതും പകൽ വരുവാണെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തൂടെ വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം ഓടിയിട്ട്, പകലാണ് വരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് അധികം ഓടി നമ്മൾ വേറൊരു ഡയറക്ഷനിൽ വന്നിട്ടാണ് നമ്മൾ കമ്പനിയിലോട്ട് കയറുന്നത്. ഇപ്പം ഞാൻ ഈ രാത്രി ആയതുകൊണ്ടാണ് നമ്മൾ ഈ വഴി ചൂസ് ചെയ്തിരിക്കുന്നത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. അപ്പം നിങ്ങൾ നേരത്തെ വന്ന പോലെ വലിയ അധികം ട്രക്കുകളൊന്നും ഇല്ലായിരുന്നു, ഒരു 2-3 ട്രക്കുകളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നല്ലൊരു പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മളവിടെ കുഴപ്പമില്ലാണ്ട് പാർക്കിംഗ് ചെയ്തു. ഇവിടെയാകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് പാർക്കിംഗ് ചെയ്യാൻ പറ്റും, സ്ട്രെയിറ്റ് ബാക്കിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ബാക്കിങ് ചെയ്തു. അപ്പോൾ നമ്മൾ അകത്ത് കൊണ്ടുപോയി പേപ്പറൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, സാധാരണ നമ്മുടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു ഇവിടെ, ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരനായിരുന്നു നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഇൻചാർജ്. അപ്പോൾ പുള്ളിക്കാരന് അത്യാവശ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതുകൊണ്ട് പുള്ളിക്കാരനെ അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ രാത്രി തന്നെ അൺലോഡ് ചെയ്യുമായിരുന്നു. അപ്പം ഇന്ന് ഞാനിപ്പോൾ ചെന്ന് അവിടെ ബെല്ലടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ വേറെ ഏതോ ഒരു പുള്ളിക്കാരനാണ് വന്നിരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, സംഭവം നാളെയാണ് ഡെലിവറി, ഇന്ന് അൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്തായാലും പറ്റില്ല, നാളെ രാവിലെ 6 മണിക്ക് ഇപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ക്ലോസ്ഡ് ആണ്. അപ്പം നാളെ രാവിലെ ഒരു 6 മണിക്ക് ശേഷം നീ വേണമെങ്കിൽ വന്ന് പേപ്പർ കൊടുത്ത് നോക്ക്, അവർ നേരത്തെ അൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ അൺലോഡ് ചെയ്യുമെന്ന്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യം. അപ്പം ഇന്ന് നമ്മൾ നേരത്തെ വന്നിട്ട് ഒരു കാര്യം നടന്നില്ല. പിന്നെ ഒരു ഗുണം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ നമ്മുടെ സമയം എന്തായാലും വേസ്റ്റ് ആവില്ല.
നമുക്ക് ഇവിടുന്ന് പയ്യെ വണ്ടി അനക്കിയിട്ട് നമുക്ക് ഡ്രൈവിലിടാണ്ട് നമ്മുടെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് പയ്യെ അനക്കി കൊണ്ടുപോയി നമുക്ക് ഡോക്കിലിട്ടിട്ട് നമുക്ക് പയ്യെ അനക്കി കൊണ്ടുവന്ന് തിരിച്ചിവിടെ കൊണ്ടുപോയിടാം. അപ്പോൾ അതാകുമ്പോഴത്തേനും നമ്മുടെ ഷിഫ്റ്റ് പിന്നെ നമുക്ക് റിട്ടേൺ ലോഡ് കിട്ടിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇതാണ് കമ്പനി. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പണ്ട് ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. 2 പോർട്ടബിൾ ബാത്റൂമും അവിടെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് എൻ്റെ കൈക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ 2 പോർട്ടബിൾ ബാത്റൂമുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ കിടന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു അർജൻസിക്ക് നമുക്കൊരു പോർട്ടബിൾ ബാത്റൂമെങ്കിലും ഉണ്ടെങ്കിൽ കാര്യം നടക്കും. കാരണം അതില്ലെങ്കിൽ നമുക്കൊരു സമാധാനമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് പോകേണ്ട വന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാവും. അപ്പം അത് ഉണ്ടെന്ന് ഒരു അത് എപ്പോഴും വരുമെന്നല്ല, ഉണ്ടെന്നൊരു എമർജൻസി ആയിട്ട് അതുണ്ടെന്നൊരു നമുക്കൊരു ഷുവർട്ടി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം അത് നമുക്ക് ഒരു ധൈര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫുഡ് കഴിക്കാം. അപ്പം അങ്ങനെ അപ്പോൾ 2 എണ്ണം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമാധാനമുണ്ട്. അപ്പം നമുക്ക് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നാളെ നമുക്ക് രാവിലെ എണീറ്റ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 10:30 അപ്പം രാവിലെ 8:30 ആകുമ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവും. നമുക്ക് നോക്കാം. എന്തായാലും 11 മണിക്കത്താണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പ് അവർ അൺലോഡ് ചെയ്യുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ബാക്കി നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. 2000 years later. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റു, ഒരു ഡെലിവറി ഒക്കെ ചെയ്തു. അപ്പോൾ രാവിലെ നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഇഷ്യൂ കണ്ടത്. നമ്മുടെ ടയറ് ഓൾമോസ്റ്റ് അതിൻ്റെ ത്രെഡെല്ലാം തീർന്ന് മൊത്തം കാലിയായി. ഞാൻ കാണിച്ചു തരാം. അപ്പം രാവിലെ നമ്മൾ പല്ല് തേച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ട്രെയിലർ ടയർ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സാധനം തേഞ്ഞ് അതിൻ്റെ അകത്തെ മറ്റേ ഈ മെറ്റലിൻ്റെ പീസ് എക്സ്ട്രാ ഇതെല്ലാം കമ്പിയൊക്കെ ഇങ്ങനെ പുറത്ത് വരാൻ തുടങ്ങി. ഒരൊറ്റ ത്രെഡില്ല. അപ്പം ഇതാണ് ടയറിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പനിയെ വിളിച്ച് ഇൻഫോം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിക്കാം. അത് അവർ കമ്പനിയിലെ വർക്ക്ഷോപ്പിൽ അവർ എന്തോ ടയർ ഇട്ടപ്പോൾ അവർ അതിൻ്റെ ടയർ സൈസ് നോക്കാണ്ടാണ് അവർ ഇട്ടത്. അപ്പം ബാക്കിയുള്ള ടയറുമായിട്ട് ഈ ടയർ വ്യത്യാസമാണ് അതിൻ്റെ അളവിൽ. അതുകൊണ്ടാണ് തേഞ്ഞ് തീരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വർക്ക്ഷോപ്പ് അവർ കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ റിപ്പയർ ചെയ്ത് തന്നോളും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിക്കപ്പ് കിട്ടിയ ഏകദേശം ഒരു 1.5 മണിക്കൂർ അപ്പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് നമുക്ക് പിക്കപ്പ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ആദ്യം നമുക്ക് പോയിട്ട് ടയർ റിപ്പയർ ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിൽ വന്നു. ഇതാണ് നമ്മൾ റിപ്പയർ ചെയ്ത വർക്ക്ഷോപ്പ്. നമ്മളിപ്പം ബാക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇവരുടെ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഡേയിലോട്ട്. അപ്പം ഏകദേശം ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് എടുത്തു. അവർ പെട്ടെന്ന് തന്നെ ടയർ മാറ്റി തന്നു. അപ്പോൾ നമ്മുടെ ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഡീൽ ചെയ്തോളും. അപ്പോൾ എല്ലാം ഓക്കെ ആയി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട് നമുക്ക് പിക്കപ്പ് ലൊക്കേഷനിലോട്ട്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരെനിക്ക് ഒരു ഏകദേശം ഒരു റൂട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഒരു കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സ്പേസാണ് അങ്ങോട്ടുള്ള എൻട്രൻസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ ഏകദേശം പിക്കപ്പ് ലൊക്കേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ ഈ പിക്കപ്പ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ഹൈവേന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി പോകണം. അപ്പം ഞാൻ ഓൾറെഡി ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞത് അപ്പം ഏകദേശം ഒരു ടൈറ്റ് സ്പേസാണ് കണ്ടത്. ഈ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ചെറുതായിട്ട് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് അവരെ വിളിച്ച് നോക്കിയത്. അപ്പോൾ അവർ നമുക്ക് കുറച്ചൊരു വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ 2 വഴികളുണ്ട് ഈ കമ്പനിയിലോട്ട് വരാൻ വേണ്ടി.
അപ്പോൾ അതിൽ ഒരെണ്ണം എടുക്കരുത്, കാരണം അതിലെ ട്രക്ക് ടേൺ ചെയ്ത് കിട്ടിയല്ല. അപ്പോൾ നമ്മളോട് ഏതാണ് കറക്റ്റായിട്ട് എടുക്കേണ്ട വഴികൾ എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ആ വഴി കൂടെ പോവാണ്. ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് വഴിയാണ്. നമ്മൾ 2 ട്രക്ക് വന്നാൽ പോവുകയില്ല. ഇപ്പോൾ കാറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്ത പോലെ സൈഡിൽ ഒന്ന് നിർത്തി നന്നായിട്ട് ഒതുക്കി കൊടുത്തെങ്കിലേ ആ കാറ് കയറിപ്പോളൂ. ഇത് അത്യാവശ്യം ഒരു കൃഷിസ്ഥലം പോലെയുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ആ കമ്പനി എന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്ക് തോന്നുന്നത് എന്തോ വിത്തോ അതോ പീനട്ടോ അങ്ങനെ എന്തോ സംഭവമാണ് നമ്മൾ അവിടെ നിന്ന് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് അവരുടെ കമ്പനികൾ ട്രക്കുകൾ മാത്രമേ യൂഷ്വലി വരലുള്ളൂ. പുറത്തുള്ള ട്രക്കുകൾ കുറവാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ റിവ്യൂസ് വായിച്ച് നോക്കിയപ്പോൾ അങ്ങനെയാണ് ഡ്രൈവർമാർ ഇതിനു മുമ്പ് വന്നവർ പറയുന്നത്. ഈ വഴിയൊക്കെ കണ്ടാൽ അറിയാം, ഒരു ടാറും ഇട്ടിട്ടില്ല. എല്ലാം ജസ്റ്റ് നമ്മുടെ ഒരു നാട്ടിൻപുറത്തെ വഴി പോലെ തന്നെ ഇങ്ങനെ കൃഷിസ്ഥലത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ആ മുമ്പിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ പിക്ക് ചെയ്യേണ്ട ലൊക്കേഷൻ. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ട നമ്മൾ സാധാരണ യൂഷ്വലി പോകുന്ന ഒരു വെയർ ഹൗസിൻ്റെ ലുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഇതെനിക്ക് തോന്നുന്നത് കൃഷിയായിട്ട് റിലേറ്റ് ചെയ്ത എന്തോ സംഭവമാണ്. വിത്തോ മറ്റേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, വിത്തോ പീനട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. എന്തായാലും നമുക്ക് അകത്ത് കയറി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോ ക്യാമറ അലൗഡാണ്. ക്യാമറ വീഡിയോ ഒന്നും അലൗഡല്ല. അപ്പം നമ്മളിവിടെ ഡോക്കിലിട്ടു. ഈ കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ നമ്മുടെ ഈ പഴയ ടയറുകളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ചെറിയ പൊടികളാക്കിയിട്ട് വിൽക്കുന്ന കമ്പനിയാണ്. അപ്പം ഇത് നമ്മൾ ടൊറൻറ്റോയിലെ ബ്രാംപ്ടണിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഇനിയുണ്ട് 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മിക്കവാറും ക്രോസ് ചെയ്യുന്ന ബഫലോ ബോർഡർ ആയിരിക്കും. അപ്പം ഞാനിവിടെ ഡോക്കിലിട്ടിട്ടുണ്ട്. കമ്പനി ഒരുമാതിരി ഷോക്കാണ്. അപ്പം ഇതൊക്കെയാണ് കമ്പനി വരുന്നത്. നമ്മൾ ഇതിലേ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ നേരെ ബാക്ക് ഇടുകയാണ് ചെയ്ത്. ബാക്ക് ഇട്ടത് ഒരു അരപ്ലേസ് പോലെയുള്ള സ്ഥലമാണ്, ആ കണ്ണാടി കൂടെ കാണാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. അവർ ഇതുവരെ ആരെയൊന്നും കാണുന്നില്ല പിക്കപ്പ് ചെയ്യാനൊന്നും. എന്തായാലും നമുക്ക് നോക്കാം. A few moments later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പിക്കപ്പ് കഴിഞ്ഞു. പിക്കപ്പ് അവിടെ എനിക്ക് ലോഡ് 45,650 കയറ്റി തന്നത്. പക്ഷേ ടോട്ടൽ വെയിറ്റ് നമുക്ക് 79,000 ഉണ്ടായിരുന്നുള്ളൂ സാധനം. അപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഇപ്പം കാരണം നമുക്ക് ആക്സിൽ വൈസ് ഓക്കെ ആണെന്ന് അറിയണം. അതുകൊണ്ട് ഞാൻ പിന്നെ പുറകോട്ട് ഓടി ഫ്രട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രക്ക് സ്റ്റോപ്പിൽ വന്നു. എന്നിട്ട് വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. നമ്മുടെ ട്രെയിലർ ആക്സിലിൽ ഒരു 140 പൗണ്ട് കൂടുതലായിരുന്നു. അത് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം എല്ലാം 33,640 എന്നുള്ള കണക്കിലായി, ഡ്രൈവും ട്രെയിലറും. അപ്പോൾ നമ്മൾ അത് ഒരു 1 സൈഡിലായിരുന്നു വരുന്നത്. നമ്മൾ സ്കെയിൽ ചെക്ക് ചെയ്ത ആ ഒരു ട്രക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പർപ്പസ്ഫുള്ളി കയറിയാണ്. കാരണം നമുക്ക് വേറെ ഇപ്പുറത്തുള്ള പൈലറ്റിൽ നമുക്ക് ടാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള സ്ഥലം കിട്ടിയല്ല.
ലോഡ് പിക്ക് ചെയ്ത് നല്ല മഴയായിരുന്നു. നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരുവിധം എങ്ങനെയൊക്കെയോ മഴയത്തൂടെ എല്ലാം ഓടിച്ച് ക്രോസ് ചെയ്ത് കുറേ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തെ പിന്നെ വലിയ മഴയൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു, എണ്ണ അടിച്ചു. അവിടെ കുറച്ച് നേരം സമയം പോയി, ഒരു 10-15 മിനിറ്റ് നേരം സമയം പോയി. പിന്നെ പെട്ടെന്ന് തന്നെ ലോഡ് ക്ലിയർ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വന്ന് സമയം തീരുന്നതിന് മുമ്പ് എവിടെയും നിർത്തിയൊന്നും വീഡിയോ പിടിക്കാൻ നിന്നില്ല. പിന്നെ ഓൾറെഡി രാത്രി ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ അടിച്ചും വിട്ട് പോരുമായത്. എന്നിട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കമ്പനി നമ്മൾ ഇൻഫോം ചെയ്തായിരുന്നു, ഈ ലോഡിൻ്റെ ഡെലിവറി നാളെ 6 മണിക്കാണ് വരുന്നത് രാവിലെ. അപ്പോൾ നമ്മളെന്തായാലും രാവിലെ എണീക്കൽ പറ്റിയല്ല. നമ്മൾ മിൽട്ടൺ വരെ വന്നിട്ട് നമ്മുടെ യാർഡിൽ തന്നെ കിടക്കാൻ വേണ്ടിയായിരുന്നു പ്ലാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മിൽട്ടൺ വരെ വരുന്നുണ്ട് രാത്രിയിൽ. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രൈവറിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാതെ, അല്ലെങ്കിൽ നാളെ ഞാൻ ഉച്ചയ്ക്ക് 11:30 ആകുമ്പോഴേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ശേഷം വേണമെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ അത് ഓൾറെഡി സെറ്റാക്കി, വേറെ ഏതോ ഡ്രൈവറിനെ സെറ്റാക്കി രാവിലെ ഡെലിവറി ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എന്തായാലും നന്നായി. അത് ഈ ടാംടണിൽ തന്നെ വരുന്നത്, ആ വള്ളി കേസാണ് അത്. അപ്പോൾ നമ്മൾ ഈ ടൊറൻറ്റോയിൽ കൂടെ നമ്മൾ ഈ ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ ഈ ലോങ് ഹോളിൽ ഓടുന്നവർക്ക് അതിൻ്റെ അത് വലിയ ലാഭമൊന്നുമില്ല. കാരണം നമ്മുടെ സമയം ചുമ്മാ പോവുകയും ചെയ്യും, നമുക്ക് മൈല് കിട്ടുകയില്ല. അതൊക്കെ ഈ അവർലി പേയിൽ ഓടുന്ന ലോക്കൽ ഡ്രൈവർമാർക്കേ പറ്റുള്ളൂ അത്. അപ്പം അങ്ങനെ അതെന്തായാലും തലേന്ന് കഴിഞ്ഞു. അതപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അത് എല്ലാം മാറ്റി ഓക്കെ ആക്കി. നമ്മുടെ ട്രെയിലർ ഇവിടെ മിൽട്ടൺ യാർഡിൽ ഡ്രോപ്പ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഇതിലാക്കി വെച്ചു. അപ്പം എന്തായാലും സമാധാനമായി. നമ്മളൊരു 1 മണി 1:15 ആയപ്പോഴത്തേനും യാർഡിലെത്തി. നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ട്രക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി ബോട്ടയിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കടന്നുറങ്ങാം. നാളെ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ 1:30 ആയപ്പോഴാണ് അത് സ്ലീപ്പറിലിട്ടത്. അപ്പോൾ പിന്നെ എന്തായാലും നാളെ ഒരു 11:30 ആകുമ്പോൾ ടൈം റീസെറ്റ് ആവുള്ളൂ. അതുവരെ നമുക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാം. അപ്പം ഇതാണ് നമ്മുടെ യാർഡ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. കുറച്ചൊക്കെ അപ്പുറത്തേയും നമ്മുടെ യാർഡ് തന്നെയാണ്. പക്ഷേ അത് വേറെ ആർക്കോ ലീസിന് റെൻറ്റിനൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇപ്പം ഈ യാർഡിലാണ് നമ്മളും പിന്നെ നമ്മുടെ ടൈപ്പ് ആയിട്ടുള്ള ബാക്കിയുള്ള ട്രെയിലർ മറ്റേ കമ്പനികളൊക്കെ ഇടുന്നത്. ഇതാണ് ഈ കുഴപ്പം. ഈ നടുക്ക് ഇട്ടിരിക്കുന്നത് സാധാരണ എല്ലാ കോർണറിൽ കൂടെയാണ് വണ്ടി ട്രക്കല്ല ട്രെയിലർ ഇടുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാം നിറഞ്ഞ് ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ആൾക്കാരും ഉണ്ടാകും നടുക്ക് ഇതേപോലെ ഇട്ടിട്ട് പോകും. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അവസാനം നമ്മൾ ഈ സൈഡിലൊക്കെ ഉള്ളത് എടുക്കണമെങ്കിൽ നമ്മൾ ഷണ്ടിങ് ചെയ്തിട്ട് ഈ ട്രെയിലർ മാറ്റിയിട്ട് വേണം ആ ട്രെയിലർ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, ലൈവ് സെക്യൂരിറ്റി ഒക്കെ ഉള്ളതാണ്. മീൻസ് ലൈവ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ക്യാമറയിൽ അവർ ലൈവായിട്ട് കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, ആർക്കറിയാം. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അറിയാം അവരെന്താണ് ട്രിപ്പ് തരുന്നതെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. കാരണം ഇന്ന് രാവിലെ തൊട്ടേ മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ട് പോലുമില്ല. രാവിലെ ടയറിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഭ്രാന്തായിരുന്നു. ആകെ ഇടയ്ക്ക് ഒരു പഴവും ഒരു ആപ്പിളും കഴിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി ബാക്കി നമുക്ക് നാളെ രാവിലെ കാണാം.